അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാറ്റോ സഖ്യത്തിനെതിരെ ഉയർത്തിയിരിക്കുന്ന പുതിയ വിമർശനങ്ങൾ ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വാഷിംഗ്ടണിനെ പിന്തുണയ്ക്കുന്നതിൽ നാറ്റോ പരാജയപ്പെട്ടു എന്ന ട്രംപിന്റെ ആരോപണം വെറുമൊരു പ്രസ്താവനയല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു തന്ത്രപരമായ മാറ്റത്തിന്റെ സൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ കാണുന്നത്. ഇറാൻ അമേരിക്ക വെടിനിർത്തലിന് ശേഷം ട്രംപ് നടത്തുന്ന അടുത്ത നീക്കം എന്തായിരിക്കുമെന്നതിനെ കുറിച്ച് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇപ്പോൾ വലിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ട്രംപ് തന്റെ രോഷം പരസ്യമാക്കിയത്. അമേരിക്കയ്ക്ക് ഏറ്റവും ആവശ്യമുള്ള ഘട്ടത്തിൽ നാറ്റോ കൂടെയുണ്ടായിരുന്നില്ല എന്ന അദ്ദേഹത്തിന്റെ പരാമർശം സഖ്യത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. സഖ്യകക്ഷികൾക്കിടയിൽ കാലങ്ങളായി നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങൾ ഈ പ്രസ്താവനയോടെ കൂടുതൽ വഷളായിരിക്കുകയാണ്. കേവലം ഒരു വിമർശനത്തിനപ്പുറം നാറ്റോയുമായുള്ള ബന്ധം വിച്ഛേദിക്കാനുള്ള അമേരിക്കയുടെ നീക്കമായി പോലും ഇതിനെ പലരും വിലയിരുത്തുന്നുണ്ട്. ഇതിനൊപ്പമാണ് ഗ്രീൻലാൻഡിനെ കുറിച്ചുള്ള പരാമർശം ട്രംപ് വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഡെൻമാർക്കിന്റെ സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡ് സ്വന്തമാക്കാനുള്ള തന്റെ പഴയ താല്പര്യം അദ്ദേഹം വീണ്ടും പുതുക്കിയത് യൂറോപ്യൻ രാജ്യങ്ങളിൽ വലിയ അലാറമാണ് ഉയർത്തിയിരിക്കുന്നത്. അധിനിവേശ സ്വഭാവമുള്ള ഇത്തരം പ്രസ്താവനകൾ അന്താരാഷ്ട്ര നിയമങ്ങളെയും പരമാധികാരത്തെയും വെല്ലുവിളിക്കുന്നതാണെന്ന ആക്ഷേപവും ശക്തമായി കഴിഞ്ഞു. ഗ്രീൻലൻഡിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനം മുൻനിർത്തിയാണ് ട്രംപ് ഇത്തരമൊരു നീക്കത്തിന് മുതിരുന്നത്. നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടയുമായുള്ള നിർണായക കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ട്രംപ് ഇത്തരമൊരു കടുത്ത നിലപാട് സ്വീകരിച്ചത് എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. പാശ്ചാത്യ സഖ്യത്തിനുള്ളിൽ രൂപപ്പെടുന്ന ആഴത്തിലുള്ള വിള്ളലുകളെയാണ് ഇത് വെളിവാക്കുന്നത്. നാറ്റോയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള ഭിന്നതകൾ വരും ദിവസങ്ങളിൽ കൂടുതൽ വെല്ലുവിളികൾ ഉയർത്താനാണ് സാധ്യത. ആഗോള ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇത്രയേറെ സങ്കീർണമായിരിക്കുന്ന ഈ സമയത്ത് അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഇത്തരം നിലപാടുകൾ ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയായേക്കാം. അമേരിക്കയുടെ സൈനിക ചെലവുകളും നാറ്റോയിലെ മറ്റു രാജ്യങ്ങളുടെ പങ്കാളിത്തവും തമ്മിലുള്ള അസന്തുലിതാവസ്ഥ ട്രംപ് മുൻപും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇറാൻ വിഷയത്തെ ഇതിലേക്ക് വലിച്ചിഴക്കുന്നത് വഴി തന്റെ സൈനിക താൽപര്യങ്ങൾക്ക് വഴങ്ങാത്ത സഖ്യകക്ഷികളെ സമ്മർദ്ദത്തിലാക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. വെടിനിർത്തലിന് ശേഷമുള്ള ഒരു പുതിയ ലോകക്രമം കെട്ടിപ്പടുക്കാൻ ട്രംപ് ലക്ഷ്യമിടുന്നു എന്ന സൂചനയാണ് ഇവിടെ ലഭിക്കുന്നത്. യൂറോപ്പിലെ അമേരിക്കൻ സാന്നിധ്യം കുറയ്ക്കുന്നതും ഗ്രീൻലൻഡ് പോലുള്ള പുതിയ മേഖലകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ഇതിന്റെ ഭാഗമാകാം. യൂറോപ്യൻ യൂണിയനിലെ പ്രമുഖ രാജ്യങ്ങളായ ജർമ്മനിയും ഫ്രാൻസും ട്രംപിന്റെ പ്രസ്താവനകളോട് അതീവ ജാഗ്രതയോടെയാണ് പ്രതികരിക്കുന്നത്. അമേരിക്കയുടെ പിന്മാറ്റം നാറ്റോയെ ദുർബലപ്പെടുത്തുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. അതേസമയം ഗ്രീൻലൻഡിന് മേലുള്ള അവകാശവാദം ഡെൻമാർക്കിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. നാറ്റോ സഖ്യം രൂപീകരിച്ചതിന്റെ പ്രധാന ലക്ഷ്യം തന്നെ അംഗരാജ്യങ്ങളുടെ കൂട്ടായ സുരക്ഷയാണ്. എന്നാൽ ട്രംപിന്റെ പുതിയ നിലപാട് ഈ സുരക്ഷാ കവചത്തെ തകർക്കുന്ന ഒന്നാണ്. അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ ഭാഗമായി സഖ്യകക്ഷികളെ കൈവിടുന്നത് വരും കാലങ്ങളിൽ ആഗോളതലത്തിൽ അമേരിക്കയുടെ സ്വാധീനം കുറയ്ക്കാൻ ഇടയാക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. റഷ്യയും ചൈനയെയും പോലുള്ള ശക്തികൾക്ക് ഇത് കൂടുതൽ അവസരങ്ങൾ നൽകിയേക്കാം. ഇറാൻ സംഘർഷത്തിൽ നാറ്റോ ഇടപെടാതിരുന്നത് കൃത്യമായ കാരണങ്ങളാലാണ്. തങ്ങളുടെ അംഗരാജ്യങ്ങൾ നേരിട്ട് ആക്രമിക്കപ്പെടാത്ത പക്ഷം ഇത്തരം യുദ്ധങ്ങളിൽ ഇടപെടാൻ നാറ്റോയ്ക്ക് പരിമിതികളുണ്ട്. എന്നാൽ ഇത് മനസ്സിലാക്കാതെയാണ് ട്രംപ് വിമർശനം ഉന്നയിക്കുന്നത്. യൂറോപ്യൻ സുരക്ഷാ സംവിധാനങ്ങളിൽ അമേരിക്കയുടെ പങ്ക് നിർണായകമാണ്. ട്രംപ് ഭീഷണിപ്പെടുത്തുന്നത് പോലെ അമേരിക്ക പിന്മാറിയാൽ യൂറോപ്പിന് സ്വന്തമായി ഒരു പ്രതിരോധ സേന രൂപീകരിക്കേണ്ടി വരും. ഇത് യൂറോപ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ബാധ്യതയാകും. മാർക്ക് റൂട്ടയുമായുള്ള ചർച്ചകളിൽ ട്രംപ് തന്റെ കർക്കശമായ നിലപാടുകൾ ആവർത്തിച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പ്രതിരോധ ബജറ്റിൽ കൂടുതൽ വിഹിതം നൽകാൻ തയ്യാറാകാത്ത രാജ്യങ്ങളോട് അമേരിക്ക ഇനി സഹകരിക്കില്ല എന്ന സൂചനയും ഇതിലുണ്ട്. ഇത് ചെറുകിട യൂറോപ്യൻ രാജ്യങ്ങളെയാണ് കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്. ട്രംപിന്റെ രാഷ്ട്രീയ ശൈലി എപ്പോഴും അപ്രതീക്ഷിതമാണ്. ഗ്രീൻലൻഡ് ഭീഷണി ഒരു വിലപേശൽ തന്ത്രമാണോ അതോ ഗൗരവകരമായ നീക്കമാണോ എന്ന് ഇപ്പോഴും വ്യക്തമല്ല. എന്നാൽ ഇത് സൃഷ്ടിക്കുന്ന അസ്ഥിരത വളരെ വലുതാണ്. നാറ്റോയിലെ മറ്റു രാജ്യങ്ങൾ ഇപ്പോൾ കൂടുതൽ ഐക്യത്തോടെ പ്രവർത്തിക്കാൻ നിർബന്ധിതരാക്കുകയാണ്. അമേരിക്കയെ അമിതമായി ആശ്രയിക്കുന്നത് അപകടമാണെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. ട്രൂത്ത് സോഷ്യലിലെ ട്രംപിന്റെ പോസ്റ്റുകൾ വൈറ്റ് ഹൌസിന്റെ ഔദ്യോഗിക നിലപാടല്ലെങ്കിലും
അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം കണക്കിലെടുക്കുമ്പോൾ അവയെ അവഗണിക്കാൻ ആർക്കും പറ്റില്ല. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ നിലപാടുകൾ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് ഉറപ്പാണ്. ഗ്രീൻലൻഡിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിൽപ്പന ചരക്കല്ല. അവിടുത്തെ ജനതയുടെ താല്പര്യങ്ങൾക്കും പരമാധികാരത്തിനും ട്രംപ് ഒരു വിലയും നൽകുന്നില്ല എന്ന പ്രതീതിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നൽകുന്നത്. ഇത് കൊളോണിയൽ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. ആഗോള രാഷ്ട്രീയത്തിൽ നാറ്റോയുടെ പ്രസക്തി നഷ്ടപ്പെട്ടോ എന്ന ചോദ്യത്തിന് ഈ തർക്കങ്ങൾ ആക്കം കൂട്ടുന്നുണ്ട്. ശീതയുദ്ധകാലത്ത് രൂപം കൊണ്ട ഈ സഖ്യം ഇന്നത്തെ ആധുനിക വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ട്രംപ് ഉയർത്തുന്ന ചോദ്യങ്ങളിൽ ചിലത് പ്രസക്തമാണെങ്കിലും അത് അവതരിപ്പിക്കുന്ന രീതി തെറ്റാണ്. അമേരിക്കൻ കോൺഗ്രസിനുള്ളിലും ഈ വിഷയത്തിൽ ഭിന്നതയുണ്ട്. ഡെമോക്രാറ്റുകൾ ട്രംപിന്റെ പ്രസ്താവനകളെ അപലപിക്കുമ്പോൾ ചില റിപ്പബ്ലിക്കൻ നേതാക്കൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു. ഇത് അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തെയും കൂടുതൽ സങ്കീർണമാക്കുകയാണ്. സൈനിക സഖ്യങ്ങൾക്കപ്പുറം മനുഷ്യത്വപരമായ സമീപനങ്ങളും സമാധാന ചർച്ചകളുമാണ് ഇന്നത്തെ ലോകത്തിന് വേണ്ടത്. ട്രംപിന്റെ പ്രസ്താവനകൾ ഒരു മുന്നറിയിപ്പായി കണ്ട് പുതിയൊരു ആഗോള സുരക്ഷാക്രമം രൂപപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പഴയ തർക്കങ്ങൾ കുത്തിപ്പൊക്കുന്നതും പുതിയ അധിനിവേശ ഭീഷണികൾ മുഴക്കുന്നതും ആധുനിക നയതന്ത്രത്തിന് യോജിച്ചതല്ല. അമേരിക്കയെ പോലൊരു വൻ ശക്തിയിൽ നിന്ന് ലോകം പ്രതീക്ഷിക്കുന്നത് കൂടുതൽ ഉത്തരവാദിത്തമുള്ള പെരുമാറ്റമാണ്. വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങൾ ഇതിനെല്ലാം ഉത്തരം നൽകും.